പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. ഈശോ തന്റെ 72 ശിഷ്യന്മാരെ അയക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈശോയെ പ്രസംഗിക്കുക എന്നതാണെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറഞ്ഞു വിടുന്ന ശിഷ്യന്മാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വമോ സംരക്ഷണമോ ഒന്നും ഭൗതികമായ രീതിയിൽ ഈശോ കൊടുക്കുന്നില്ല. ഈശോ പറയുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാവാം എന്ന് തന്നെയാണ് ഒരുപക്ഷെ അതിന്റെ സൂചന. മടിശീല, സഞ്ചി, ചെരുപ്പ് ഇതൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് ശേഖരിക്കാനോ സമ്പത്താർജിക്കാനോ ഉള്ളതൊന്നും നിങ്ങൾ വേണ്ട. സമ്പാദിക്കുന്ന കാര്യമാകരുത് നിങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം, ഉദ്യമം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. വളരെ സാധാരണമായി ചെയ്യുന്ന ഒരു കാര്യം പോലും വേണ്ടെന്ന് പറയുന്നു. ആരെയും അഭിവാദനം ചെയ്യരുത്. മറ്റ് വ്യക്തിപരമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അത് തുടരുന്നതിനുള്ള ഒരു അയക്കപ്പെടലല്ല ഈ ശിഷ്യന്മാരുടെ കാര്യത്തിലുള്ളത്. അവർക്ക് വളരെ സവിശേഷമായ, ഒരുപക്ഷെ ലോകത്തിന്റെ കണ്ണിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഈശോ ഏൽപ്പിച്ചു വിടുന്നത്. പേഴ്സണൽ എന്റർടൈൻമെന്റ്സ് അല്ലെങ്കിൽ സന്തോഷകരമായ അവസരങ്ങളൊന്നും വേണ്ട. ഈശോ പറയുന്നു, വീടുകൾ തോറും ചുറ്റി നടക്കരുത്. കിട്ടുന്നത് എന്തോ അത് മാത്രം ഭക്ഷിക്കുക. നിങ്ങൾ പകരം ചെയ്യേണ്ടത് എന്താണ്? സമാധാനം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുക. രോഗികളെ സുഖപ്പെടുത്തുക. ഉത്തരവാദിത്വത്തിലേക്കാണ്, വലിയൊരു ജോലിയിലേക്കാണ്, ഈശോയെ കൊടുക്കുന്നതിലേക്കാണ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത്. അതിലേക്ക് ശ്രദ്ധിക്കാനും ബാക്കിയെല്ലാം ഉപേക്ഷിക്കാനും ഈശോ പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവന ഭീഷണി ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തരാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഏക ജോലി ഈശോയെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കാലത്തും ഈശോ നമ്മളോട് ഏൽപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഉത്തരവാദിത്വം ഈശോയെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ചിന്തകളും നമ്മുടെ മുൻഗണനാക്രമങ്ങളും ഒക്കെ മറുവശത്തേക്കാണ് കൂടുതൽ തിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിലും ഉറപ്പിക്കുന്നതിലും നമ്മുടെ സന്തോഷം തേടുന്നതിലും ഒക്കെ ആണെങ്കിൽ ഈശോ നമ്മളോട് ഇന്ന് ആത്മശോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നീ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈശോയെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി കണ്ട് പ്രസംഗിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അങ്ങേ പ്രഘോഷിക്കുക എന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മുഖവും ഞങ്ങളുടെ സ്വരവും നിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാകാൻ എപ്പോഴും സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.